ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലെ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ബി എ പ്രോഗ്രാമുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ബി എ ഇഗ്നോ ഓഫർ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും തന്നെ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം കോഡുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിന്റെ കോഡ് എന്ന് പറയുന്നത് BAEGH. അപ്പം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഇഗ്നോയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാം കോഡിന്റെ നെയിമോട് കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ കോഡോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിന്റെ കോഡ് എന്ന് പറയുന്നത് BAEGH. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 years ആണ്, മിനിമം 3 years ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ നിങ്ങൾക്ക് പ്രോഗ്രാമിനെ നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ഡിഗ്രി ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മിനിമം 3 years ആണ്. അത് നമുക്കൊരു 6 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 6 yearsലും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് റീ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. നേരത്തെ നമ്മുടെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ്. അപ്പം 3 വർഷമാണ് മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. നമുക്കറിയാം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റ്സുകൾ, എക്സാംസുകൾ എല്ലാം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പം ശ്രദ്ധിക്കുക, ടേം ആൻഡ് എക്സാമിനേഷൻ മുമ്പ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ ഒരു അസൈൻമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡെലിവറി മോഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മോഡും ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ മോഡും ഉണ്ട്. ഓൺലൈൻ മോഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ഏത് സ്റ്റഡി സെന്റർ ആണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്റ്റഡി സെന്ററിൽ നേരിട്ട് നിങ്ങൾ ചെന്ന് അസൈൻമെന്റ്സ് പോലെയുള്ള ഫോർമാലിറ്റീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ ഒരു റെക്കഗ്നീഷനെ കുറിച്ച്, നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒന്നും തന്നെ നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് നാക്കിന്റെ A++ അക്രഡിറ്റഡ് ആണ്. അതുപോലെ തന്നെ AICTEയുടെയും അപ്രൂവൽ ഉണ്ട്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അപ്രൂവലിന്റെയും റെക്കഗ്നീഷന്റെയും ഒരു ഇഷ്യൂസ് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ പോലെ ഡിഗ്രിക്കുള്ള പോലെ തന്നെ 10+2 ആണ് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതാണ് അല്ലെ. പിന്നെ ഇതിലൊരു മിനിമം പെർസെൻറ്റേജ് ഒന്നും സാധാരണ +2 മാർക്ക് ഇവിടെ ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ ഏജ് റെസ്ട്രിക്ഷനും ഇല്ല. ഏത് ഏജുള്ള ആളുകൾക്കും ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻ ആണ്, എൻട്രൻസ് എക്സാം പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു കോഴ്സിന് വരുന്നില്ല. മറ്റൊന്ന് നമുക്ക് നോക്കാം, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം. ഫീസ് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫീസ് നമ്മൾ ആനുവലി വർഷത്തിലാണ് പേയ്മെന്റ് നടത്തേണ്ടത്. ഓരോ വർഷവും 5,000 ആണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം പെർ ഇയർ 5,000 ആണ് വരുന്നത്. അപ്പം ഫോർ ദ 3 ഇയേഴ്സിന് ടോട്ടൽ എമൗണ്ട് വരുന്നത് 15,000 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 300 റുപ്പീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 1 ടൈം ആണ്, അതും നോൺ റീഫണ്ടബിൾ ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇഗ്നോയിൽ ഈ അഡ്മിഷൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 300 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അടയ്ക്കാവുന്നതാണ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്, UPI ID വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം ഇനി അഡ്മിഷൻ ടൈം ലൈനെ നമുക്ക് നോക്കാം. ഏതൊക്കെ സമയങ്ങളിലാണ് ഇഗ്നോ അഡ്മിഷൻ ഇൻവൈറ്റ് ചെയ്യാറുള്ളത് നോക്കാം നമുക്ക്. അപ്പം സാധാരണ ഇഗ്നോ 2 സെഷനുകളായിട്ടാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്, 2 സൈക്കിളുകളായിട്ടാണ് എടുക്കാറുള്ളത്, ജാനുവരിയിലും ജൂലൈയിലും. അപ്പം ഈ ഒരു 2025 ജാനുവരി ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ നടക്കുന്നുണ്ട്. അത് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 31 മാർച്ച് വരെ ആ ഒരു
BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ജാനുവരി കഴിഞ്ഞാൽ വീണ്ടും അഡ്മിഷൻ ഈ വർഷം വരുന്നത് ജൂലൈയിലാണ്. ജൂലൈ 2025 മെയ് 2025 അഡ്മിഷൻ ആരംഭിക്കും. ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th ജൂൺ ആണ്. അപ്പം ഈ സാധാരണ 30th ജൂൺ ലാസ്റ്റ് ഡേറ്റ് വെച്ച് കഴിഞ്ഞാലും അത് വീണ്ടും 1 മന്തും അതിലധികവും ഒക്കെ സാധാരണ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് അനാലിസിസ് നടത്താവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇഗ്നോയുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ആയിട്ടുള്ള ഇഗ്നോ അഡ്മിഷൻ samhat.edu.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഇഗ്നോയുടെ പോർട്ടൽ വഴി, ഇഗ്നോ അഡ്മിഷൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അഡ്മിഷൻ നിങ്ങൾ ലഭിക്കണമെങ്കിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇമെയിൽ ID. അതുപോലെ തന്നെ നിങ്ങൾ കാണാം, നിങ്ങളുടെ ഫോട്ടോസ് വേണം, സിഗ്നേച്ചർ വേണം, മാർക്ക് ഷീറ്റുകൾ, അതുപോലെ തന്നെ ആധാർ കാർഡ്, +2 മാർക്ക് ഷീറ്റുകൾ, ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം തന്നെ നിങ്ങളെ സ്കാൻഡ് കോപ്പീസ് നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അഡ്മിഷന് വേണ്ട ഫീസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ എന്തൊക്കെ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പോയട്രി, ഡ്രാമ, നോവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ എലക്റ്റീവ് ഓപ്ഷൻസിൽ വരുന്നത് വിമൻസ് റൈറ്റിംഗ്, മോഡേൺ ലിറ്ററേച്ചർ, പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്, ലിറ്റററി ക്രിറ്റിസിസം, ഈ തുടങ്ങിയ പേപ്പറുകൾ, സബ്ജക്റ്റുകളെല്ലാം തന്നെ ഈ ഒരു BAEGH പ്രോഗ്രാമിന്റെ മെയിൻ സബ്ജക്റ്റിൽ വരുന്നതാണ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പ്രിന്റഡ് മെറ്റീരിയൽസ് പോസ്റ്റലായിട്ട് ഇഗ്നോ സാധാരണ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രിന്റഡ് ബുക്കിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണ അത് ഡിലേ ആവാറുണ്ട്, നമ്മുടെ സ്റ്റഡി ഡിലേ ആവുന്നതിന് കാരണമാവും. അപ്പം ഏറ്റവും നല്ലത് നിങ്ങൾ ഇഗ്നോയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള gyanghoosh.ac.in വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രിന്റഡ് ബുക്ക് നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് റിക്വസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പ്രിന്റഡ് നോട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പിന്നെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും റിലാക്സേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവാലുവേഷനും എക്സാമിനേഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അസൈൻമെന്റിന് 30% വെയിറ്റേജ് ഉണ്ട് ഓരോ പേപ്പറിനും, അസൈൻമെന്റിന്റെ ഭാഗത്തു നിന്നും. അപ്പം ടേം ആൻഡ് എക്സാമിനേഷന് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം പിന്നെ ഓരോ സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യൽ മാൻഡേറ്ററി ആണ്. അപ്പം 30% വെയിറ്റേജ് അസൈൻമെന്റിൽ നിന്നുള്ളതാണ്. അപ്പം ഇവിടെ സാധാരണ എക്സാം 2 ടേമുകളിലായിട്ടാണ്, അഡ്മിഷൻ 2 സെഷനിൽ ഉള്ള പോലെ തന്നെ എക്സാമും 2 സെഷനുകളായിട്ടാണ് നടക്കുന്നത്. ജൂൺ ആൻഡ് ഡിസംബറിലാണ് സാധാരണ എക്സാം നടക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡിഗ്രി BA ഇംഗ്ലീഷ് ഓണേഴ്സ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. അപ്പം പിന്നെ 2 വർഷത്തിൽ 2 തവണയാണ് എക്സാം നടക്കുന്നത്, ജൂൺ ആൻഡ് ഡിസംബർ. അതുപോലെ തന്നെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം 35% മാർക്ക് വേണം, ബോത്ത് ഇൻ അസൈൻമെന്റ് ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷൻ. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമുമായി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഗ്നോയുടെ ലേറ്റസ്റ്റ് പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇഗ്നോയുടെ പ്രോസ്പെക്ടസ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ തന്ന ഡാറ്റകളെല്ലാം തന്നെ നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ മറ്റു കാര്യങ്ങൾക്കും പോകാവുന്നതാണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.